എനിക്കാണെങ്കിൽ 100 കൂട്ടുന്ന കാര്യങ്ങളാണ്. നാളെ ഒരുപാട് ഫീസ് അടയ്ക്കണം, പിന്നെ സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുക്കണം, പുതിയ സ്ഥലം മാറണം. എല്ലാം നാളെ ചെയ്യാം. നാളെ ഉണ്ടല്ലോ, നാളെ ദിവസം ഉണ്ടല്ലോ, എല്ലാം ചെയ്യാം. രണ്ട് പറയാം. ഒറ്റയല്ലേ മഴയൊന്നുമില്ലല്ലോ, പിന്നെ ഭയങ്കര ഇടിവെട്ടിയാ ഒച്ച. അയ്യോ ഇങ്ങനെ ഒരു കാരണവാദം കണ്ടല്ലോ. ദൈവം ഇനി കർത്താവങ്ങനെ വന്നതാണോ? പേടി. അയ്യോ വീട്ടിൽ ആരും കാണാനല്ലോ. മക്കള് സൂസി സൂസി, അയ്യോ ഇവിടെ അയ്യോ എന്റെ ആരും കാണാനല്ലോ. സോജിനെ വിളിച്ചോക്കാം. ബെല്ലടിക്കുന്നുണ്ട്. സോജി ഫോൺ എടുക്ക. സോജി ചർച്ചില ആരും ഫോൺ എടുക്കണല്ലോ. പാസ്റ്റർ ഒന്ന് വിളിച്ചു നോക്കിയാലോ. ഫോൺ എടുക്കുക പാസ്റ്റേ. അയ്യോ വീട്ടില് സോജി റോയിനെ ഒന്ന് വിളിച്ചോക്കാം. റോയി എന്തായാലും എടുക്കും. റോയി പോയിട്ടുണ്ടാവില്ല. കർത്താവ് എന്നാണെങ്കിലും റോയി പോയി കാണാം. റോയി ബെല്ലടിക്കട്ടെ. റോയി എടുക്കുക. റോയി സമയം കളയുന്നത് പേടിയാണ്. അയ്യോ റോയി എടുക്കുക. റോയി ആരെങ്കിലും പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റുള്ളൂ. അയ്യോ എടുക്കണോ? ഹലോ റോയി ഞാൻ അറിഞ്ഞോ എന്താണോ എന്റെ ഭാര്യ മക്കളൊന്നും കാണാനാണോ? എന്റെ ഭാര്യ മക്കളൊന്നും കാണണോ? ഞാൻ വീട് മൊത്തം അയച്ചു പറയണോ? ആരെയും കാണാനല്ല. ഞാനല്ലോ നമ്മുടെ ചർച്ചിലെ സോനിനെയും വാർഷയൊക്കെ വിളിച്ചോ. ആരെയും കാണാനല്ലോ. ടൂറ് പോയിട്ടാവും. താനെന്തോ വിലവേണ്ടോ പറയുന്നത്? നഷ്ടപ്പാതി കാണണോ ടൂർ പോയെ? അങ്ങനെയാണെങ്കിൽ അവൻ സാക്ഷ്യത്തിൽ പറഞ്ഞില്ല. അവൻ സാക്ഷ്യത്തിൽ പറയാൻ തോന്നുന്നില്ല. എടോ ഇത് അത് എടോ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവണോ? ഇത് കർത്താവ് ഒന്നാണോ? എനിക്കൊരു പേടിയുണ്ട്. കർത്താവ് തെളിവുണ്ടാ? എടോ എന്റെ ഭാര്യ മക്കളൊന്നും കാണാനല്ല. ഇതിൽ കൂടുതൽ തെളിവിന്റെ തെളിവ് വേണ്ടത്. ഇവരെ ശബ്ദം കേട്ടോ. എടോ ഞാനൊരു ഭയങ്കര ഇടി മുഴക്കം പോകുന്ന വെച്ചോ. ഭയങ്കര ഹരിയാണോ? എനിക്കത് പറയാൻ പറ്റണോ? എന്റെ കാലം കൈയൊക്കെ ഇറക്കണോ? ലോറിയുടെ ടയർ പൊട്ടിയതാവും. താനൊന്നും പോകണം. തനിക്കൊരു വിടുവില്ല. ഞാൻ ടി വി വെച്ചോ. മനസ്സിലാക്കാൻ ആന കാണലെന്ന് പറഞ്ഞാൽ പത്രത്തിൽ ടിവിയിലൊക്കെ വരണോ? ആരെ കാണാനില്ല. എന്റെ ഭാര്യ മക്കളൊക്കെ പോയെന്നാണോ തോന്നുന്നത്? എനിക്ക് കൈകാലം കുറയ്ക്കണോ? പേടിയാണോ? താനൊരു കാര്യം ഞാൻ പള്ളിയിലേക്ക് പോയി നോക്കാം. ഒന്ന് പോയി നോക്കാം. താനിക്ക് പള്ളിയിലേക്ക് മനുഷ്യന്റെ ഉറക്കം പോയി. സുഖമായിട്ട് ഉറങ്ങിട്ട് മനുഷ്യനാണ്. അയ്യോ അമ്മാമേ, അയ്യോ അമ്മാമേ പോയോ? അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല. അയ്യോ 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 പാസ്റ്ററേ, അയ്യോ
മക്കളൊന്നും കാണുന്നുള്ളൂ, അമ്മമ്മയൊക്കെ പോയോ? വീടും കൂടെ അടിച്ചു പറിക്കുക. ഞാൻ മൊത്തം തപ്പിയോ, അവിടെ ഇവിടെയൊക്കെ അടിച്ചു നോക്കി, ഫാനൊക്കെ കരണം വെച്ചേക്കുണ്ട്, പക്ഷെ അകത്താരും കാണുന്നില്ല. താനായാലും ടൂർ പോയത് അവിടോ? താനും വീട്ടില് ആരും പോവുള്ളൂ, അങ്ങനെ പറയാണ്ട് പോവോ? കർത്താവ് ഉറപ്പാണോ? ഉറപ്പാണോ? കർത്താവ് വന്നു ഉറപ്പാ. കർത്താവ് വന്നു ഉറപ്പാണോ? ഇല്ലാത്ത തന്നെ ഇല്ലാത്ത തന്നെ ഇവിടെ കർത്താവ് വന്ന കാരണമല്ല കൊണ്ടാണ് താനുണ്ട്. ഞാൻ മര്യാദക്ക് ജീവിച്ചാൽ ഒരു കുഴപ്പമില്ലാണ്. താനും ടെൻഷൻ എനിക്ക് താനെന്ത് വെളിവേണോ? തനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഞാൻ ന്യൂസ് കാണിച്ചു നാട്ടിലെ ന്യൂസ് കണ്ടോ? കഴിഞ്ഞ ചില മണിക്കൂറുകൾക്കിടയിലാണ് ലോകത്തിൽ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. ഇതിനോടകം പല രാജ്യങ്ങളിൽ നിന്ന് 1 കോടിയിൽ പല വ്യക്തികളെ കാണാതായി റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കടലിൽപ്പെടാത്തതും പുറത്തുവരാത്തതുമായ വലിയൊരു സംഖ്യ ഇനിയും ഉണ്ടാകാമെന്നാണ് വിദഗ്ധരുടെ വെളിപ്പെടുത്തൽ. ആരും പരിഭ്രാന്തരാകരുത് എന്ന മുന്നറിയിപ്പ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പേടിയാണോ? പത്രക്കാർക്ക് വരെ മനസ്സിലായി. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ പത്രക്കാർക്ക് വരെ മനസ്സിലായി. തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളൂ. അയ്യോ